ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങൾ നിർഭയം രേഖപ്പെടുത്താനും ഓരോരുത്തരുടെയും ബോധ്യങ്ങൾക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. ആ അവകാശം മാനിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക. ഇന്ന് ആമുഖമായി ഇത് പറയാൻ കാരണം ഇന്നലെയും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും ഒരു ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്താകെ അത് ശ്രദ്ധിക്കുകയും ആളുകൾ അഭിപ്രായം പറയുകയും നിലപാട് പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്യും, സ്വാഭാവികമാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മുടെ നാട് ആദരിക്കുന്ന കലാസാഹിത്യ രംഗത്തുള്ളവരെ അധിക്ഷേപിക്കാനും അവരെ തെറി വിളിക്കുക, അശ്ലീലം പറയുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക ബോധത്തെ തന്നെ വെല്ലുവിളിക്കുന്നത് പോലെ വളർന്നു വരികയാണ്. പ്രത്യേകിച്ചും വനിതകളായിട്ടുള്ളവരെ. ഞാൻ ഇന്നത് ആമുഖമായി തന്നെ പറയാൻ കാരണം, ഇവിടെ ഒരു പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരി, ആമുഖങ്ങളും മുഖവരിയും ഒന്നും ആവശ്യമില്ലാത്ത വിധം മലയാളി വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി KR മീര. മീര ഒരു നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം UDF സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലമ്പൂർ ഐഷ അതുപോലെ തന്നെ നേരിടേണ്ടി വന്ന, ശരിക്കും മലയാള നാടകവേദിയുടെ മാത്രമല്ല മലയാളി സമൂഹമാകെ സ്നേഹാദരങ്ങളോടെ ഒരു മാതൃസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കലാകാരിയാണ് നിലമ്പൂർ ഐഷ. അപ്പോൾ നിലമ്പൂർ ഐഷ നേരിടേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപം അത് മീരയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളെ എഴുതാൻ പോലും അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് അധിക്ഷേപങ്ങൾ വരുന്നത്. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ആക്രമണ ഭീഷണി ഉയർത്തിയുമൊക്കെ നിശബ്ദരാക്കാനാണ് ശ്രമം. അത് ജനാധിപത്യത്തിന് അന്യമാണ്. ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതൊന്നും നിങ്ങൾ ചെയ്തുകൂടാ എന്ന ഒരു നിലപാടാണ് UDF സൈബർ ഹാൻഡലുകൾ സ്വീകരിക്കുന്നത്. അത് മുഖമില്ലാത്ത ഏതെങ്കിലും വ്യാജന്മാർ മാത്രമല്ല, അതിനെ പിന്തുണയ്ക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരുടെയും പ്രതികരണം. ആ പ്രതികരണം കൂടിയാണ് ഇതിന് ബലം വയ്ക്കുന്നത്, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. എനിക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നേതൃത്വമാവണം. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ, സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത തെറിയഭിഷേകങ്ങളെയൊക്കെ തള്ളിപ്പറയാൻ തയ്യാറാവണം. അങ്ങനെ ഒരു ഉറച്ച നിലപാട് അവർ സ്വീകരിച്ചാൽ മാത്രമേ ഇത് അവസാനിക്കൂ. ഇപ്പോൾ UDFന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചവരുണ്ട്. ഒരു ചലച്ചിത്ര നടൻ തന്നെ അവരുടെ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. നമുക്കതിനോട് വിയോജിക്കാം, പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ല. ആ കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള അതേ അവകാശമാണ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനും കലാസാഹിത്യ രംഗത്തുള്ള ഒരാൾക്കുള്ള അവകാശം. ഭഗവാന്റെ മരണം പോലെ ശക്തമായി തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും അതിലെല്ലാം മനുഷ്യപക്ഷത്തുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്ത എഴുത്തുകാരിയാണ് മീര. കേരളീയ പൊതുസമൂഹം ആ നിലപാടിനെ അംഗീകരിക്കുകയും അതിനെ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദയാക്കാനുള്ള നീക്കം അപലപനീയമാണ്. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം കഴിഞ്ഞു പോകും. പക്ഷേ ഇത്തരത്തിലുള്ള സാംസ്കാരിക രംഗത്തെ മലീമസമാക്കുന്ന ആക്രമണോത്സുകമായ ഹിംസോന്മുഖമായിട്ടുള്ള ഇടപെടലുകൾ അത് അപലപിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള മനോരോഗികളെ നിലയ്ക്ക് നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ഇതിനെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ കൽബുർഗി ആവട്ടെ, ഗോവിന്ദ പൻസാരെ ആവട്ടെ, നരേന്ദ്ര ധാബോൽക്കർ ആവട്ടെ, ഗൗരി ലങ്കേഷ് ആവട്ടെ, അവർക്കൊക്കെ സംഭവിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കൊന്നിട്ടില്ല, പക്ഷെ ഇവിടെ കൊല്ലുന്നത് പോലെ അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, അശ്ലീലം പറയുക, തെറി വിളിക്കുക, അപവാദം പറയുക, അങ്ങനെ മാനസികമായി ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൽബുർഗിയുടെയൊക്കെ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭഗവാന്റെ മരണം വരുന്നത്. മതനിരപേക്ഷ ബഹുസ്വര സമൂഹത്തിന് പ്രതീക്ഷ നൽകിയ ഒരു മഹത്തായ കൃതിയാണത്. അപ്പോൾ അങ്ങനെ എഴുതിയ, അങ്ങനെ ഒരു കൃതിക്ക് ജന്മം നൽകിയ എഴുത്തുകാരിക്കെതിരെ
വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ ശബ്ദമുയർത്തുക സ്വാഭാവികമാണ്. എന്നാൽ അവരൊരു അഭിപ്രായം, ജനാധിപത്യ ഇടത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയതിന് UDF-ന്റെ, കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ അതിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തുകയും അതിൻ്റെ ചുവട് പിടിച്ച് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സംസ്കാരരഹിതമായ ആക്രമണം നടത്തുകയാണ് അവരുടെ അനുയായികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർത്തും അപലപനീയമാണ്. ജനാധിപത്യത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾക്കോ വെല്ലുവിളികൾക്കോ അശ്ലീലത്തിനോ തെറിവിളിക്കോ ഒന്നും ഇടമില്ല. ആരോഗ്യകരമായ രാഷ്ട്രീയ സംവാദം നടത്താൻ തയ്യാറായി വരണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് ഇവരോടൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ചോദിക്കാൻ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് മരിച്ചു, മലയാളി അടക്കമുള്ള ആളുകളുണ്ട് എന്ന് പറയുന്നു. സാധാരണഗതിയിൽ ലോകത്തിൽ തന്നെ വിമാനാപകടങ്ങൾ കുറഞ്ഞു വരികയാണ്. നമ്മളധികം അങ്ങനെ കേൾക്കുന്നില്ല. അത്യപൂർവമായാണ് എവിടെയെങ്കിലും ഒരു വിമാനാപകടം നമ്മൾ കേൾക്കുന്നത്. വിമാനാപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വിരളവുമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്നലെ നമ്മുടെ രാജ്യത്ത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വലിയ വിമാനാപകടം നടന്നിട്ടുള്ളത്. അതിൽ ഒരാളാണ് രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു അല്ലേ? ഒരാൾ മാത്രം രക്ഷപ്പെട്ടതായിട്ടാണ് വാർത്ത. ബാക്കി എല്ലാവരും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരുമുണ്ട്. നമ്മുടെ നാട് എന്ന് മാത്രമല്ല, ആർക്ക് ദുരന്തം സംഭവിച്ചാലും അത് വേദനാജനകമാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പര്യടന പരിപാടിയിൽ തന്നെ മൗനം ആചരിച്ച ശേഷമാണ്, അനുശോചനം രേഖപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങളുടെ യോഗങ്ങൾ ആരംഭിച്ചത്. അത് നമ്മുടെ നാടിൻ്റെ വേദനയാണ്. ആ വിയോഗത്തിൽ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാനാവുക അതാണ്, മരിച്ചവരോടൊപ്പം അവരുടെ ബന്ധുമിത്രാദികളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കാളികളാവുക എന്നതാണ്. അതോടൊപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും സമഗ്രമായ പരിശോധനയും അന്വേഷണവും നടത്തേണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ ഒരു യാത്രാമാർഗമാണ് ആയാണ് വ്യോമഗതാഗതം കണക്കാക്കപ്പെടുന്നത്. കാരണം അത്രമാത്രം പരിശോധനകളും മുൻകരുതലുകളും എല്ലാം എടുത്ത ശേഷമാണ് ഒരു വിമാനം പുറപ്പെടുക. അതുകൊണ്ട് തന്നെ അപകടവും അത്യപൂർവമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാനിപ്പം മുൻവിധികളിലേക്കൊന്നും പോകുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടക്കണം, കാരണങ്ങൾ കണ്ടെത്തണം, ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കണം. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുക. ഇന്നിപ്പം മുഖ്യമന്ത്രി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എം ഹസൻ പറഞ്ഞത് മുഖ്യമന്ത്രി മലപ്പുറത്ത് അധിക്ഷേപിച്ചു, അദ്ദേഹം മാപ്പ് പറയണം മലപ്പുറത്ത് എന്നതിന് മുമ്പാണ്. തുടക്കം മുതൽ UDF-ന്റെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ചില പ്രചാരണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാടിൻ്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചകളിലൂടെ സ്വാഭാവികമായും ചില വ്യക്തതകളിലേക്ക് സമൂഹം തന്നെ എത്തുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. ഞങ്ങളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ആ കാര്യത്തിനാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിലൊക്കെ നിങ്ങളിൽ പലരും ഏറിയും കുറഞ്ഞും അനുഗമിക്കാറുള്ളവരാണ്. അവിടെയെല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പദാനുപദം എടുത്തു നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദ കാര്യത്തെക്കുറിച്ചോ ആരോപണത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വികസന കാര്യങ്ങൾ, ഈ ഗവൺമെൻറ് ചെയ്ത വികസന കാര്യങ്ങൾ, അതിൻ്റെ ഭാവി പ്രതീക്ഷകൾ, നിലമ്പൂരിൻ്റെ വികസന സാധ്യത, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാത്തതുകൊണ്ടാവാം നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർ വിവാദങ്ങൾ നിരന്തരം ഉയർത്തിവിടാനാണ് ശ്രമിക്കുന്നത്. വിദ്വേഷം വമിപ്പിക്കുന്ന വിവാദങ്ങളാണ്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ, സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാൻ ഒക്കെയാണ് ശ്രമിക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്നത് ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ ഞാനും. അപ്പോൾ നമ്മുടെ ഏത് ഭൂപ്രദേശത്തോടും കിടപിടിക്കാവുന്ന അഭിമാനകരമായ ഒരു സാംസ്കാരിക പൈതൃകവും അന്തരീക്ഷവും ഉള്ള നാടാണ് മലപ്പുറം. ഈ മലപ്പുറത്തെ ഒരു പ്രത്യേക ജില്ലയാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ്. CPIM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. EMS ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയുടെ ശില്പികളാണ് ഇടതുപക്ഷം. അന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായി സമരം നടത്തിയ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് അന്നത്തെ ജനസംഘം, രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിശക്തമായി ഈ രണ്ടുപേരും മലപ്പുറത്തെ എതിർത്തു. ആ എതിർപ്പിന് വർഗീയതയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ ജാഥ നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയെ പിറവിയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ച ഒരു നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്.
നിങ്ങൾ പറഞ്ഞ നേതാവൊക്കെ വളരെ മുതിർന്നയാളാണ്, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ UDF അകപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ആഴമാണ് വെളിവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ കുടുങ്ങി നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അത്തരം ചർച്ചകൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിലെ ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൂർണ്ണമായും വികസന കാര്യങ്ങളിൽ ഊന്നി നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചയും പ്രചാരണവുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഒരു വർഗീയമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോക്കെതിരെ ഇടതുപക്ഷം പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രചാരണം മുഴുവൻ ആ തരത്തിലേക്ക് മാറുകയാണ്. അതെ അതെ, പുറമേയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന വിഷം ഉപേക്ഷിക്കുക, ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും പ്രചാരകരായിട്ട് നിങ്ങൾ കടന്നു വരിക. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമം എത്ര ഹീനമാണത്. ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് പ്രതീക്ഷിച്ച് എന്തു ചെയ്യാൻ പാടുള്ളൂ? വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിൽ നിന്ന് വിട്ടുനിന്നേ മതിയാവും. തെരഞ്ഞെടുപ്പൊക്കെ ഇപ്പോൾ കഴിയും, അതിലെ ജയപരാജയമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ വരുന്ന സമയത്ത് വ്യവസ്ഥാപിതമായി നേരിടാനേ ഇപ്പം നമുക്ക് പറ്റൂ, മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരെ പോലെ തിരിച്ച് പ്രചരണം നടത്താൻ കഴിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വെക്കാം. പാകിസ്ഥാൻ ചാരൻ എന്നാണ് സ്ഥിരമായി മൈക്ക് അനൗൺസ്മെൻറ്റുകളിൽ LDF സ്ഥാനാർത്ഥിയെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതൊക്കെ പിന്നെ വിവരമില്ലായ്മ വെളിപ്പെടുന്ന സമയത്ത് നമ്മളതിനെ അങ്ങ് അവഗണിച്ച് തള്ളുക എന്നേ ഉള്ളൂ. പക്ഷേ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും വർഗീയ ചേരിതിരിവുണ്ടാക്കാനും ആസൂത്രിതമായി നീക്കം നടക്കുമ്പോൾ സമൂഹത്തെ കരുതി, സമൂഹത്തിൻ്റെ ഭാവിയെ കരുതി അത് വ്യവസ്ഥാപിതമായി ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇടതുപക്ഷം അത്തരത്തിലുള്ള നിയമാനുസൃത നടപടികൾ സ്വീകരിക്കും. മറ്റൊന്നും നിയമാനുസൃതമല്ലാത്തതൊന്നും ഇപ്പോൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ മുൻപിൽ നിയമാനുസൃതവും വ്യവസ്ഥാപിതവുമായ പോംവഴികൾ മാത്രമാണുള്ളത്. അത് അവലംബിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, അത്തരം ഹീനമായ പ്രചരണ ശൈലികൾ ഉപേക്ഷിക്കണം. അതിന് ചില ആളുകളെ പ്രത്യേകമായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അതൊക്കെ ഉപേക്ഷിക്കണം. നല്ല ജനാധിപത്യ സംവാദം, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദം, അക്കാര്യങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ തർക്കങ്ങളും ഉയർന്നു വരട്ടെ, ചർച്ചകളും തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാം സ്വാഗതാർഹമാണ്. പക്ഷെ അവിടെ നിൽക്കണം. സമൂഹത്തിൻ്റെ ഭാവിയെ കരുതണം. അതിൽ വിഷം കലർത്താൻ ശ്രമിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ.